എംടിയുടെ രണ്ടാം ഊഴത്തിൽ മോഹൻലാൽ ഭീമനാകരുതെന്നും ലാലേട്ടൻ ഭീമനായി രണ്ടാം ഊഴം എന്ന സിനിമ പുറത്തിറങ്ങരുതെന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഒരുപക്ഷെ മമ്മൂട്ടിയായിരിക്കും. കാരണം രണ്ടാം ഊഴത്തിൽ ഭീമനാകാൻ ഏറ്റവും അധികം മോഹിച്ചതും അതിനായി കാത്തിരുന്നതും മമ്മൂട്ടിയാണ്. ഇപ്പോൾ അതിനുള്ള സുവർണ അവസരം അദ്ദേഹത്തിന് കൈവന്നിരിക്കുകയാണ്. രണ്ടാം ഊഴത്തിലെ ഭീമനാകാൻ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ നല്ല ശക്തമായ മത്സരം നടന്നിരുന്നു. എംടിയുടെ ഇഷ്ട സംവിധായകൻ ഹരിഹരനും പ്രിയദർശനും ഇതിനായി കുറച്ചൊന്നുമല്ല ശ്രമിച്ചത്. ഇടയിൽ നുഴഞ്ഞു കയറി ആളാകാൻ മിടുക്കുള്ള ശ്രീകുമാര മേനോൻ എങ്ങനെയോ രണ്ടാം ഊഴം സിനിമയാക്കാനുള്ള തിരക്കഥ എംടിയിൽ നിന്നങ്ങോട്ട് കൈവശപ്പെടുത്തി. മോഹൻലാലിനെ ഭീമനാക്കി പ്രചരണവും നടത്തി. ഇത് മമ്മൂട്ടിക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. മോഹൻലാലിന്റെയും ശ്രീകുമാർ മേനോന്റെയും രണ്ടാം ഊഴം പ്രാഥമിക നടപടികളുമായി കുറെയൊക്കെ മുന്നോട്ടു പോയെങ്കിലും ഒടുവിൽ അപ്രതീക്ഷിതമായി എംടി കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നതോടെ സിനിമ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. ഇതിനു പിന്നിൽ മമ്മൂട്ടിയുടെ കറുത്ത കൈകളുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല. മണിരത്നം നിർദ്ദേശിച്ച സംവിധായകൻ രണ്ടാം ഊഴം സിനിമയാക്കാൻ മുന്നോട്ട് വരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോഹൻലാലിനെ പോലെ രണ്ടാം ഊഴത്തിലെ ഭീമനാകാൻ ആർക്കും കഴിയില്ല എന്നത് വാസ്തവമായി നിലനിൽക്കുമ്പോഴും ഹരിഹരനാണ് രണ്ടാം ഊഴം സിനിമയാക്കുന്നതെങ്കിൽ അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ടതില്ല. മമ്മൂട്ടി തന്നെ ഭീമനാവുന്നതാണ് നല്ലതെന്നായിരിക്കും നിർമ്മാതാക്കൾ കരുതുക. കൊച്ചിക്കയെ കൂടി സിനിമയുടെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് പാൻ ഇന്ത്യൻ ചിത്രമായി പുറത്തിറക്കുകയും ചെയ്യാം.